ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 59 വാക്യങ്ങൾ. ചോദ്യം 2. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. ചോദ്യം 3. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം എത്ര ജനങ്ങൾ തിങ്ങിക്കൂടി എന്നാണ് 12:1 പറയുന്നത്? ഉത്തരം ആയിരക്കണക്കിന് ജനങ്ങൾ. ചോദ്യം 4. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ എന്തിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറയാൻ തുടങ്ങിയത്? ഉത്തരം ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ. ചോദ്യം 5. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു പറയാൻ തുടങ്ങിയത് ആരോട്? ഉത്തരം ശിഷ്യരോട്. ചോദ്യം 6. എന്ത് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്നാണ് 12:2 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ചോദ്യം 7. എന്ത് അറിയപ്പെടാതിരിക്കുകയുമില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ചോദ്യം 8. നിങ്ങൾ എവിടെ സംസാരിച്ചതാണ് വെളിച്ചത്ത് കേൾക്കപ്പെടും എന്ന് 12:3 പറയുന്നത്? ഉത്തരം ഇരുട്ടത്ത് സംസാരിച്ചത്. ചോദ്യം 9. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെ നിന്നാണ് പ്രഘോഷിക്കപ്പെടുന്നത്? ഉത്തരം പുരമുകളിൽ നിന്ന്. ചോദ്യം 10. എവിടെ വച്ച് ചെവിയിൽ പറഞ്ഞതാണ് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത്? ഉത്തരം വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച്. ചോദ്യം 11. 12:4 അനുസരിച്ച് യേശു ശിഷ്യരെ വിളിക്കുന്നത് എങ്ങനെ? ഉത്തരം എൻ്റെ സ്നേഹിതരെ. ചോദ്യം 12. ആരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ. ചോദ്യം 13. എന്ത് ഞാൻ മുന്നറിയിപ്പ് തരാം എന്നാണ് 12:5 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. ചോദ്യം 14. ആരെ ഭയപ്പെടുവിൻ എന്നാണ് 12:5 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. ചോദ്യം 15. കൊന്നതിനു ശേഷം നിങ്ങളെ എവിടേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെയാണ് ഭയപ്പെടേണ്ടത്? ഉത്തരം നരകത്തിലേക്ക് തള്ളിക്കളയാൻ. ചോദ്യം 17. എത്ര കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ എന്നാണ് ചോദിച്ചത്? ഉത്തരം 5 കുരുവികൾ. ചോദ്യം 18. 5 കുരുവികൾ എത്ര നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ എന്നാണ് ചോദിച്ചത്? ഉത്തരം 2 നാണയത്തുട്ടിന്. ചോദ്യം 19. 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്ന 5 കുരുവികളിൽ ഒന്നുപോലും എവിടെ വിസ്മരിക്കപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. ചോദ്യം 20. നിങ്ങളുടെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ചോദ്യം 21. ഭയപ്പെടേണ്ട, നിങ്ങൾ എന്തിനേക്കാൾ വിലയുള്ളവരാണ് എന്നാണ് 12:7 പറയുന്നത്? ഉത്തരം അനേകം കുരുവികളേക്കാൾ. ചോദ്യം 22. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും
ആരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്നാണ് പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം 23. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ആരും ഏറ്റുപറയും എന്നാണ് 12:8 പറയുന്നത്? ഉത്തരം: മനുഷ്യപുത്രനും ഏറ്റുപറയും. ചോദ്യം 24. ആര് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ. ചോദ്യം 25. 12:10 അനുസരിച്ച് ആരോടാണ് ക്ഷമിക്കപ്പെടുന്നത്? ഉത്തരം: മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട്. ചോദ്യം 26. 12:10 അനുസരിച്ച് ആരോടാണ് ക്ഷമിക്കപ്പെടുകയില്ലാത്തത്? ഉത്തരം: പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട്. ചോദ്യം 27. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ഉത്കണ്ഠാകുലരാകേണ്ടാത്തത്? ഉത്തരം: എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും. ചോദ്യം 28. പൂരിപ്പിക്കുക. ഡാഷിലും ഡാഷിൻ്റെയും ഡാഷിൻ്റെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. ഉത്തരം: സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും. ചോദ്യം 29. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ആര്? ഉത്തരം: പരിശുദ്ധാത്മാവ്. ചോദ്യം 30. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: ഭോഷനായ ധനികൻ. ചോദ്യം 31. 12-13 അനുസരിച്ച് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ചോദ്യം 32. ഗുരു എന്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞത്? ഉത്തരം: പിതൃസ്വത്ത്. ചോദ്യം 33. 12-13 അനുസരിച്ച് യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത് ആര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ചോദ്യം 34. ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു അവനോട് ചോദിച്ചത് എന്ത്? ഉത്തരം: ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ചോദ്യം 35. പൂരിപ്പിക്കുക. ലൂക്ക 12:14. ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ഡാഷോ ഡാഷോ ആയി ആര് നിയമിച്ചു? ഉത്തരം: ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി. ചോദ്യം 36. എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു എന്ന് ചോദിച്ചതിന് ശേഷം അനന്തരം അവൻ അവരോട് പറഞ്ഞത് എന്ത്? ഉത്തരം: ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. ചോദ്യം 37. ജാഗരൂകരായിരിക്കുവിൻ, എന്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ചോദ്യം 38. മനുഷ്യജീവിതം
എന്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. ചോദ്യം 39. ആരുടെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവു നൽകി എന്നാണ് യേശു ഉപമയിലൂടെ അവരോട് പറഞ്ഞത്? ഉത്തരം: ഒരു ധനികൻ്റെ കൃഷിസ്ഥലം. ചോദ്യം 40. 12, 16 അനുസരിച്ച് ഒരു ധനികൻ്റെ കൃഷിസ്ഥലം വിളവ് നൽകിയത് എങ്ങനെ? ഉത്തരം: സമൃദ്ധമായ വിളവു നൽകി. ചോദ്യം 41. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവു നൽകിയപ്പോൾ അവൻ ചിന്തിച്ചത് എന്ത്? ഉത്തരം: ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. ചോദ്യം 42. 12, 18 അനുസരിച്ച് ധനികൻ പറഞ്ഞത് എന്തെല്ലാം? ഉത്തരം: ഞാൻ ഇങ്ങനെ ചെയ്യും. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. ചോദ്യം 43. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് എങ്ങനെ പണിയും എന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം: കൂടുതൽ വലിയവ പണിയും. ചോദ്യം 44. എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ എന്തെല്ലാം സംഭരിക്കും എന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം: ധാന്യവും വിഭവങ്ങളും. ചോദ്യം 45. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് എന്ത് പറയും എന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം: ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ചോദ്യം 46. എന്ത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആത്മാവിനോട് പറയും എന്നാണ് ധനികൻ പറഞ്ഞത്? ഉത്തരം: അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ. ചോദ്യം 47. ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്യുക എന്നാണ് ആത്മാവിനോട് പറയുന്നത്? ഉത്തരം: വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ചോദ്യം 48. എന്നാൽ ദൈവം ധനികനോട് പറഞ്ഞത് എന്തെല്ലാം? ഉത്തരം: ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ചോദ്യം 49. ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ആരും എന്നാണ് 12:21 പറയുന്നത്? ഉത്തരം: ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. ചോദ്യം 50. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: ദൈവപരിപാലനയിൽ ആശ്രയം. ചോദ്യം 51. എന്ത് ഭക്ഷിക്കും എന്ന് എന്തിനെപ്പറ്റി നിങ്ങൾ ആകുലരാകേണ്ട എന്നാണ് വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തത്? ഉത്തരം: ജീവനെപ്പറ്റി. ചോദ്യം 52. എന്ത് ധരിക്കും എന്ന് എന്തിനെപ്പറ്റി നിങ്ങൾ ആകുലരാകേണ്ട എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം: ശരീരത്തെപ്പറ്റി. ചോദ്യം 53. എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെപ്പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. കാരണമെന്ത്? ഉത്തരം: എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ചോദ്യം 54. ജീവൻ എന്തിന് ഉപരിയാണ്? ഉത്തരം: ഭക്ഷണത്തിന്. ചോദ്യം 55. ശരീരം എന്തിന് ഉപരിയാണ്? ഉത്തരം: വസ്ത്രത്തിന്. ചോദ്യം 56. 12:24 അനുസരിച്ച്
എന്തിനെ നോക്കുവിൻ എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം: കാക്കകളെ നോക്കുവിൻ. ചോദ്യം 57. കാക്കകളെ നോക്കുവിൻ, അവ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം: അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ചോദ്യം 58. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് എന്തൊക്കെ ഇല്ല എന്നാണ് പറയുന്നത്? ഉത്തരം: കലവറയോ കളപ്പുരയോ ഇല്ല. ചോദ്യം 59. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും അവയെ പോറ്റുന്നത് ആര്? ദൈവം. ചോദ്യം 60. ആരേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് 12:24 പറയുന്നത്? ഉത്തരം: പക്ഷികളേക്കാൾ. ചോദ്യം 61. ആകുലരാകുന്നതുകൊണ്ട് എന്ത് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം: ആയുസ്സിൻ്റെ ദൈർഘ്യം. ചോദ്യം 62. 12:25 പരാമർശിക്കുന്ന ആയുസ്സിൻ്റെ ദൈർഘ്യം എന്നത് എന്തും എന്നാണ് വ്യാഖ്യാനിക്കാവുന്നത്? ഉത്തരം: ഉയരം എന്നും. ചോദ്യം 63. എന്തിനെ നോക്കുവിൻ എന്നാണ് 12:27 അനുസരിച്ച് യേശു പറയുന്നത്? ഉത്തരം: ലില്ലികളെ നോക്കുവിൻ. ചോദ്യം 64. ലില്ലികളെ നോക്കുവിൻ, അവ എന്തൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. ചോദ്യം 65. ആരുപോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലംകൃതനായിരുന്നില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം: സോളമൻ പോലും. ചോദ്യം 66. 12:27 എന്ത് എന്നാണ് ചില കൈയെഴുത്തുപ്രതികളിൽ കാണുന്നത്? ഉത്തരം: ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. ചോദ്യം 67. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതും എന്ന് 12:28 പറയുന്നത് എന്ത്? ഉത്തരം: വയലിലെ പുല്ല്. ചോദ്യം 68. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ ഡാഷ്. ഉത്തരം: അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. ചോദ്യം 69. 12:28 അനുസരിച്ച് യേശു ശിഷ്യരെ വിളിക്കുന്നത് എന്ത്? ഉത്തരം: അല്പവിശ്വാസികളെ. ചോദ്യം 70. എന്ത് അന്വേഷിക്കേണ്ട എന്നാണ് 12:29 പറയുന്നത്? ഉത്തരം: എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ. ചോദ്യം 71. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, എന്താവുകയും വേണ്ട എന്നാണ് പറയുന്നത്? ഉത്തരം: ആകുലചിത്തരാവുകയും വേണ്ട. ചോദ്യം 72. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട, ആരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്? ഉത്തരം: ഈ ലോകത്തിൻ്റെ ജനതകൾ. ചോദ്യം 73. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് ആർക്കറിയാം എന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ പിതാവിന്. ചോദ്യം 74. നിങ്ങൾ എന്ത് അന്വേഷിക്കുവിൻ എന്നാണ് 12:31 പറയുന്നത്? ഉത്തരം: അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. ചോദ്യം 75. 12:32 അനുസരിച്ച് യേശു ശിഷ്യരെ എന്ത് സംബോധന ചെയ്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ഉത്തരം:
ചെറിയ അജഗണമേ. ചോദ്യം 76. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ ആര് പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് 12:32 പറയുന്നത്. ഉത്തരം: നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചോദ്യം 77. നിങ്ങൾക്ക് എന്ത് നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് ചെറിയ അജഗണമേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: രാജ്യം നൽകാൻ. ചോദ്യം 78. നിങ്ങളുടെ എന്ത് വിറ്റ് ദാനം ചെയ്യുവിൻ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. ചോദ്യം 79. എന്ത് കരുതി വയ്ക്കുവിൻ എന്നാണ് 12:33 പറയുന്നത്? ഉത്തരം: പഴകിപ്പോകാത്ത പണസഞ്ചികൾ. ചോദ്യം 80. 12:33 അനുസരിച്ച് സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കേണ്ടത് എന്ത്? ഉത്തരം: ഒടുങ്ങാത്ത നിക്ഷേപം. ചോദ്യം 81. 12:33 അനുസരിച്ച് ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വയ്ക്കേണ്ടത് എവിടെ? ഉത്തരം: സ്വർഗത്തിൽ. ചോദ്യം 82. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ ആര് കടന്നു വരികയോ എന്ത് നശിപ്പിക്കുകയോ ഇല്ല എന്നാണ് 12:33 പറയുന്നത്? ഉത്തരം: കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ചോദ്യം 83. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ എന്തും എന്നാണ് 12:34 പറയുന്നത്? ഉത്തരം: ഹൃദയവും. ചോദ്യം 84. പൂരിപ്പിക്കുക. ലൂക്ക 12:34. നിന്റെ ഡാഷ് എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഉത്തരം: നിക്ഷേപം. ചോദ്യം 85. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അധ്യായവാക്യം ഏത്? ഉത്തരം: ലൂക്ക 12:34. ചോദ്യം 86. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: സദാ ജാഗരൂകരായ ഭൃത്യന്മാർ. ചോദ്യം 87. നിങ്ങൾ എങ്ങനെയെല്ലാം ഇരിക്കുവിൻ എന്നാണ് 12:35 പറയുന്നത്? ഉത്തരം: അരമുറുക്കിയും വിളക്കു കത്തിച്ചും ഇരിക്കുവിൻ. ചോദ്യം 88. നിങ്ങൾ ആരെപ്പോലെ ആയിരിക്കുവിൻ എന്നാണ് 12:36 പറയുന്നത്? ഉത്തരം: തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നു കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ. ചോദ്യം 89. എങ്ങനെ കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് 12:37 പറയുന്നത്? ഉത്തരം: യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ. ചോദ്യം 90. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. യജമാനൻ അവരെ ചെയ്യുന്നത് എന്തെല്ലാം? ഉത്തരം: അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. ചോദ്യം 91. യജമാനൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ എങ്ങനെ കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത്? ഉത്തരം: ഒരുക്കമുള്ളവരായി കണ്ടാൽ. ചോദ്യം 92. കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ആര് അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല എന്നാണ് 12:39 പറയുന്നത്? ഉത്തരം: ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. ചോദ്യം 93. കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന്
ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. എന്ത് പറഞ്ഞതിന് ശേഷമാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ഇത് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം. ചോദ്യം 94. 12:39 ചില കൈയെഴുത്തുപ്രതികളിൽ കാണുന്നത് എങ്ങനെ? ഉത്തരം: അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് കുത്തിത്തുറക്കുവാൻ എന്ന്. ചോദ്യം 95. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. യേശു ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഉത്തരം: എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ചോദ്യം 96. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ആര് വരുന്നത് എന്നാണ് 12:40 പറയുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ വരുന്നത്. ചോദ്യം 97. എപ്പോഴാണ് മനുഷ്യപുത്രൻ വരുന്നത് എന്നാണ് 12:40 പറയുന്നത്? ഉത്തരം: പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ. ചോദ്യം 98. 12:41 അനുസരിച്ച് പത്രോസ് ചോദിച്ചത് എന്ത്? ഉത്തരം: കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ചോദ്യം 99. കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ഇത് ചോദിച്ചത് ആര്? ഉത്തരം: പത്രോസ്. ചോദ്യം 100. കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്കു വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് പത്രോസ് ചോദിച്ചപ്പോൾ കർത്താവ് ചോദിച്ചത് എന്ത്? ഉത്തരം: വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? ചോദ്യം 101. എന്തിന് യജമാനൻ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് എന്നാണ് 12:42 പറയുന്നത്? ഉത്തരം: വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന്. ചോദ്യം 102. പൂരിപ്പിക്കുക. വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന ഡാഷും ഡാഷും ആയ കാര്യസ്ഥൻ ആരാണ്? ഉത്തരം: വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ. ചോദ്യം 103. 12:43 അനുസരിച്ച് എങ്ങനെ കാണപ്പെടുന്ന ഭൃത്യനാണ് ഭാഗ്യവാൻ? ഉത്തരം: യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ. ചോദ്യം 104. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ അവൻ ചെയ്യുന്നത് എന്ത്? ഉത്തരം: തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. ചോദ്യം 105. 12:44 അനുസരിച്ച് യജമാനൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ ആരെയാണ് നിയമിക്കുന്നത്? ഉത്തരം: യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ. ചോദ്യം 106. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ സംഭവിക്കുന്നത് എന്തെല്ലാം? ഉത്തരം: പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരുകയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. ചോദ്യം 107. ആ ഭൃത്യൻ എന്ത് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ എന്നാണ് പറയുന്നത്? ഉത്തരം: തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി. ചോദ്യം 108. ആരെയൊക്കെ അടിക്കാൻ തുടങ്ങിയാൽ എന്നാണ് പറയുന്നത്? ഉത്തരം:
യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും. ചോദ്യം 109. എങ്ങനെ ഉന്മത്തനാകാനും തുടങ്ങിയാൽ എന്നാണ് പറയുന്നത്? ഉത്തരം: തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ. ചോദ്യം 110. പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരുകയും അവനെ എന്തൊക്കെ ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത്? ഉത്തരം: അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. ചോദ്യം 111. എങ്ങനെയുള്ള ഭൃത്യനാണ് കഠിനമായി പ്രഹരിക്കപ്പെടുന്നത്? ഉത്തരം: യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ. ചോദ്യം 112. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ എന്ത് ചെയ്യപ്പെടും എന്നാണ് 12:47 പറയുന്നത്? ഉത്തരം: കഠിനമായി പ്രഹരിക്കപ്പെടും. ചോദ്യം 113. അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ എങ്ങനെയേ പ്രഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് 12:48 പറയുന്നത്? ഉത്തരം: അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. ചോദ്യം 114. 12:48 അനുസരിച്ച് ആരാണ് ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്നത്? ഉത്തരം: അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. ചോദ്യം 115. ആരിൽ നിന്ന് അധികം ആവശ്യപ്പെടും എന്നാണ് 12:48 പറയുന്നത്? ഉത്തരം: അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. ചോദ്യം 116. ആരോട് അധികം ചോദിക്കും എന്നാണ് 12:48 പറയുന്നത്? ഉത്തരം: അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ചോദ്യം 117. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: സമാധാനമല്ല, ഭിന്നതകൾ. ചോദ്യം 118. എന്തിനാണ് ഞാൻ വന്നത് എന്നാണ് 12:49 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം: ഭൂമിയിൽ തീയിടാനാണ്. ചോദ്യം 119. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം എന്ത് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. ചോദ്യം 120. എനിക്ക് എന്ത് സ്വീകരിക്കാനുണ്ട് എന്നാണ് 12:50 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം: ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ചോദ്യം 121. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന്. ചോദ്യം 122. എന്ത് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് 12:51 അനുസരിച്ച് യേശു ചോദിച്ചത്? ഉത്തരം: ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ചോദ്യം 123. പൂരിപ്പിക്കുക. ലൂക്ക 12:51. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല ഡാഷ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഉത്തരം: ഭിന്നത. ചോദ്യം 124. ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും എന്നാണ് 12:52 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം: 5 പേർ. ചോദ്യം 125. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ എത്ര പേർക്ക് എതിരായി ഭിന്നിച്ചിരിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം: 3 പേർ 2 പേർക്ക് എതിരായി.
ചോദ്യം 126. രണ്ടുപേർ എത്ര പേർക്ക് എതിരായാണ് ഭിന്നിച്ചിരിക്കുന്നത്? ഉത്തരം 3 പേർക്ക് എതിരായി. ചോദ്യം 127. ആര് ആർക്കൊക്കെ എതിരായി ഭിന്നിക്കും എന്നാണ് 12:53 പറയുന്നത്? ഉത്തരം പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. ചോദ്യം 128. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ. ചോദ്യം 129. എന്ത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞത്? ഉത്തരം പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ. ചോദ്യം 130. എപ്പോൾ അത്യുഷ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം തെക്കൻ കാറ്റടിക്കുമ്പോൾ. ചോദ്യം 131. 12:56 അനുസരിച്ച് യേശു ആരെയാണ് കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നത്? ഉത്തരം ജനക്കൂട്ടത്തെ. ചോദ്യം 132. ജനക്കൂട്ടത്തെ കപടനാട്യക്കാരെ എന്ന് വിളിച്ചതിന് ശേഷം എന്ത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ. ചോദ്യം 133. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ എന്ത് നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്നാണ് യേശു ചോദിച്ചത്? ഉത്തരം ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ. ചോദ്യം 134. നീ നിന്റെ ശത്രുവിനോടു കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ എന്ത് ചെയ്തു കൊള്ളുക എന്നാണ് 12:58 പറയുന്നത്? ഉത്തരം അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. ചോദ്യം 135. ശത്രുവുമായി വഴിയിൽ വെച്ചു തന്നെ രമ്യതപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെല്ലാം? ഉത്തരം അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. ചോദ്യം 136. 12:58 അനുസരിച്ച് ശത്രു നിന്നെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോവുന്നത്? ഉത്തരം ന്യായാധിപൻ്റെ അടുത്തേക്ക്. ചോദ്യം 137. ന്യായാധിപൻ നിന്നെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഉത്തരം കാരാഗൃഹപാലകനെ ഏൽപ്പിക്കും. ചോദ്യം 138. കാരാഗൃഹപാലകൻ നിന്നെ ചെയ്യുന്നത് എന്ത്? ഉത്തരം അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. ചോദ്യം 139. എപ്പോൾ വരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് 12:59 പറയുന്നത്? ഉത്തരം അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ. ചോദ്യം 140. ലൂക്ക 12:1 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം മത്തായി 16:6, മർക്കോസ് 8:15. ചോദ്യം 141. ലൂക്ക 12-ാം അധ്യായം 2-3 വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം മർക്കോസ് 4:22, ലൂക്ക 8:17, എഫേസോസ് 5:13. ചോദ്യം 142. ലൂക്ക 12:10 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം മത്തായി 12-ാം അധ്യായം 31-32 വാക്യങ്ങൾ, മർക്കോസ് 3-ാം അധ്യായം 28-29 വാക്യങ്ങൾ.
ചോദ്യം 143. ലൂക്ക 12-ാം അധ്യായം 11-12 വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: മത്തായി 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ, മർക്കോസ് 13-11, ലൂക്ക 21-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ചോദ്യം 144. ലൂക്ക 12:15 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം: 1 തിമോഥെയോസ് 6-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 145. ലൂക്ക 12:20 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ജെറമിയ 17:11, പ്രഭാഷകൻ 11:19, ജോബ് 27:8, സങ്കീർത്തനങ്ങൾ 39:6, ലൂക്ക 12-ാം അധ്യായം 33-34 വാക്യങ്ങൾ. ചോദ്യം 146. ലൂക്ക 12:27 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം: 1 രാജാക്കന്മാർ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 147. ലൂക്ക 12-ാം അധ്യായം 33-34 വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം ഏത്? ഉത്തരം: ലൂക്ക 18:22. ചോദ്യം 148. ലൂക്ക 12:35 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: മർക്കോസ് 13-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, എഫേസോസ് 6:14. ചോദ്യം 149. ലൂക്ക 12:39 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: 1 തെസ്സലോനിക്ക 5:2, വെളിപാട് 3:3, വെളിപാട് 16:15, 2 പത്രോസ് 3:10. ചോദ്യം 150. ലൂക്ക 12:53 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം: മിക്ക 7:6.